പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറ എന്താണെന്ന് അറിയുമോ? പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഗ്രാമസഭകളാണ്. എന്താണ്? ഗ്രാമസഭയാണ്. ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് ആരാണെന്നറിയാമോ? ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണെന്നറിയാമോ? ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്തു പ്രസിഡന്റാണ്. ആരാണ്? പഞ്ചായത്തു പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? റിപ്പൺ പ്രഭു. ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നറിയാമോ? ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? മഹാത്മാ ഗാന്ധിയാണ്. ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? എം.എൻ. റോയ്. ആരാണ്? എം.എൻ. റോയ് ആണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എം.എൻ. റോയ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏതാണ്? രാജസ്ഥാനാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതും എന്ത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ, നിയമം പാസാക്കിയ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹ റാവു ആണ്. ആരാണ്? നരസിംഹ റാവു ആണ്. അതുപോലെ തന്നെ വസ്തുക്കരം അടയ്ക്കുന്നത് എവിടെയാണ്? വില്ലേജ് ഓഫീസ്. എവിടെയാണ്? വില്ലേജ് ഓഫീസ്. കെട്ടിട നികുതി അടയ്ക്കുന്നത് എവിടെയാണ്? കെട്ടിട നികുതി അടയ്ക്കുന്നത് പഞ്ചായത്ത് ഓഫീസുകളിലാണ്. പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരി ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരി ആരാണ്? മുനിസിപ്പൽ ചെയർമാനാണ്. അതുപോലെ കോർപ്പറേഷൻ്റെ ഭരണാധികാരി ആരാണ്? കോർപ്പറേഷൻ മേയറാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനാവശ്യമായ കുറഞ്ഞ പ്രായപരിധി 21 വയസ്സാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. വോട്ടവകാശം 21 നിന്നും 18 കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹ റാവു ആണ്. ആരാണ്? നരസിംഹ റാവു അല്ല, രാജീവ് ഗാന്ധിയാണ് കേട്ടോ. നരസിംഹ റാവു അല്ല, രാജീവ് ഗാന്ധിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പക്ഷേ പഞ്ചായത്ത് രാജ് നിയമം ഇന്ത്യ നിയമം പാസ്സാക്കിയ, നിയമം നടപ്പിലാക്കിയതാരാണ്? അത് നരസിംഹ റാവു ആണ്. ആരാണ്?